ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പേജ് നമ്പർ 25 കേട്ടോ നമ്മളിനി നോക്കാൻ പോകുന്നത്. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മളിതിൻ്റെ തൊട്ട് മുൻപ് പറഞ്ഞു വെച്ചിട്ടുള്ളത് APJ അബ്ദുൽ കലാമിന് അറബി പഠിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ അവരുടെ വീടിനടുത്തായിട്ടുള്ള ഒരു അറബിക് സ്കൂളിൽ അദ്ദേഹത്തിനെ കൊണ്ടുവിടാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെസൺ കഴിഞ്ഞതിന് ശേഷം ഐ വുഡ് സ്പ്രിൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവേഗത്തിൽ ഓടുന്നതിനെയാണ് പറയുക. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിവേഗത്തിൽ അദ്ദേഹം എങ്ങോട്ട് പോകും? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ പണ്ടൊക്കെ കൽക്കരി വണ്ടിയായിരുന്നു, അപ്പോൾ പുകയുണ്ടാവും. എൻജിനിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു പുക വളരെ അകലെ നിന്ന് തന്നെ വിസിബിൾ ആയിരുന്നു, അതായത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. അപ്പോൾ എന്താണ് ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി? അതായത് ട്രെയിനിൻ്റെ ഹോണ്, അതിൻ്റെ ശബ്ദം വളരെയധികം വലുതായിരുന്നു. ടൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ഹോണിൻ്റെ ശബ്ദമാണ് കേട്ടോ. അതെന്താണ്? വളരെ ലൗഡായിരുന്നു. ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ. തണ്ടറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടി വെട്ടുന്നത് പോലെയുള്ള, റോർ എന്ന് പറഞ്ഞാൽ ഗർജനം. അപ്പം ആ ഒരു ശബ്ദം എങ്ങനെയാണ്? ഇടി വെട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു, അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷനിലൂടെ ട്രെയിൻ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലൗഡായിട്ടുള്ള ഹോണിൻ്റെ ശബ്ദവും അതേപോലെ വളരെ ദൂരെ നിന്ന് തന്നെ എന്താണ് എൻജിൻ്റെ മുകളിൽ നിന്ന് പോകുന്ന പുകയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. I had worked out the best spot from which to keep an eye out for the flying newspaper bundles. അതായത് ട്രെയിനിൽ നിന്ന് ഈ ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽസ്, കെട്ടുകൾ പുറത്തേക്ക്, അതായത് പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് കാണാനായിട്ടുള്ളൊരു സ്പോട്ട് കലാം കണ്ടെത്തിയിരുന്നു. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ക്ലോക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഘടികാരം, അതായത് ക്ലോക്കിൻ്റെത് സ്ഥിരമായിട്ടും ക്രമമായിട്ടുമുള്ളൊരു ജോലിയാണല്ലേ. സൂചി ഇങ്ങനെ നിർത്തുന്നുണ്ടോ, എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ സൂചികൾ? ഇല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് 24 hours. അപ്പോൾ അതേപോലെ ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽസ് എടുത്ത് എറിയപ്പെടും. എവിടെ നിന്ന്? ട്രെയിനിൽ നിന്ന്. ടോസ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് എറിയുന്നത്? ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽസ്. ഓക്കെ. ദ ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് എവേ സംസുദ്ദീൻസ് പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ. അതായത് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻ അവിടെ നിർത്തില്ല, അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ സംസുദ്ദീൻ്റെ ഒരാളുണ്ടായിരിക്കും, ഈ ബണ്ടിൽസ്, ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽസ് കൊടുക്കുന്ന ആൾ. അദ്ദേഹം ഈ ബണ്ടിൽസൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കലാമിന് ടാറ്റ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അവിടെ നിന്നാണ് കലാമിൻ്റെ ജോബ് ആരംഭിക്കുന്നത്. I then picked up the bundles, divided them up into batches according to the neighborhood in which the papers had to be distributed, and off I went. അപ്പോൾ എന്താണ്? അതിനുശേഷം ഈ ബണ്ടിൽസൊക്കെ, പേപ്പറിൻ്റെ ബണ്ടിൽസൊക്കെ എടുത്തു. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യാണ്, ഓരോ ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഏത് പേപ്പറാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്കാണോ എത്തിക്കേണ്ടത് അവർക്കൊക്കെ ഈ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി കൊടുക്കും. ഫോർ അബൌട്ട് ആൻ അവർ ഐ ടോർ അറൗണ്ട് രാമേശ്വരം ഡെലിവറിങ് ദ പേപ്പേഴ്സ് ടു എവ്രി വൺ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ രാമേശ്വരത്ത് കറങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെലിവറിങ് ദ പേപ്പേഴ്സ് ടു എവ്രി വൺ, എല്ലാവർക്കും പേപ്പർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂൺ ഐ ബിഗാൻ ടു ഐഡൻറ്റിഫൈ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദേ റീഡ്. അപ്പോൾ എന്താണ്? വേഗം തന്നെ കലാം ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ്? അവർ വായിക്കുന്ന പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പോയി കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പെട്ടെന്ന് തിരിച്ചറിയും അല്ലേ. അതേപോലെ എന്താണ്? കലാം സ്ഥിരം ഈ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെ പേപ്പർ വായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് പേപ്പറാണോ അവർ വായിക്കുന്നത്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ.
ഒരുപാട് ആൾക്കാർ കലാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂസ് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. അത് മാത്രമല്ല അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് 1-2 വാക്കുകൾ എന്നോട് സംസാരിക്കാറുണ്ട്. കാരണം എന്താണ്, സ്ഥിരം കാണുന്ന ആളുകളാണല്ലോ. അപ്പം അവർ എന്താണ് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാറുണ്ട്. സം വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോം സോ ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. ചില ആളുകൾ എന്താണ് എന്നോട് പറയാറുണ്ട്, വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, അങ്ങനെയാണെങ്കിൽ സ്കൂളിലെത്താൻ ലേറ്റ് ആവില്ല, അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് സ്നേഹത്തോടു കൂടി പലരും പറയാറുണ്ടെന്ന് പറയുകയാണ്. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ് ബീയിങ് ഹാൻഡഡ് ദെയർ പേപ്പേഴ്സ് ബൈ എ ചിയർഫുൾ 8-year-old. ഇവിടെ കലാം ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കൂടുതൽ ആളുകളും ഒരു 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് ന്യൂസ് പേപ്പർ വാങ്ങി വായിക്കുന്നത് അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ എഫേർട്ട് കാണുന്ന സമയത്ത് ആളുകളിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Our town being on the east coast, by the time the work was over at 8 a.m, the sun would be high up in the sky. അപ്പോൾ എന്താണ്, അവരുടെ ടൗൺ എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് ആണ്, അതായത് കിഴക്കൻ തീരത്താണ്. ബൈ ദ ടൈം ദ വർക്ക് വാസ് ഓവർ അറ്റ് 8 a.m, 8 മണിയാകുമ്പോഴത്തേക്ക് എന്താണ് ജോലിയൊക്കെ കഴിയും. ദ സൺ വുഡ് ബി ഹൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പോഴേക്കും എന്താണ്, സൂര്യൻ ആകാശത്ത് നല്ലപോലെ ഉദിച്ചു വന്നിട്ടുണ്ടാവും. കാരണം എന്താണ്, അവരുടെ ടൗൺ എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് ആണ്, കിഴക്കൻ തീരത്താണ്. ഓക്കെ, നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം വേർ മൈ മദർ വെയിറ്റഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം വീട്ടിലേക്ക് തിരിച്ചു വരും. അവിടെ എന്താണ്, കലാമിൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് വേണ്ടി. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ്. ഒരു സിമ്പിളായിട്ടുള്ള ആഹാരമാണ് സെർവ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. പക്ഷേ എത്രമാത്രം വിശപ്പ് ഉണ്ടായിരുന്നാലും ആ ഒരു സിമ്പിൾ മീലാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. മൈ മദർ മെയ്ഡ് ഷുവർ ഐ എയ്റ്റ് എവറി മോർസൽ ബിഫോർ സെൻഡിങ് മീ ഓഫ് ടു സ്കൂൾ. അപ്പം കലാമിൻ്റെ അമ്മ ഉറപ്പ് വരുത്തും ആ കൊടുത്ത ആഹാരത്തിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ശകലം, മോർസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകലം അല്ലെങ്കിൽ ഉരുള, ഭക്ഷണത്തിൻ്റെ കഷ്ണം എന്നൊക്കെയുള്ളതാണ്. അപ്പം ഒരു പീസെങ്കിലും ബാക്കി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം അമ്മ ഉറപ്പ് വരുത്തും കലാമിനെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ്. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദെയർ. പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ ജോലി തീരുന്നില്ല. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് സംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗെയിൻ കളക്ടിങ് ഡ്യൂസ്. അതായത് വൈകുന്നേരം ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ, സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് സംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗെയിൻ. വീണ്ടും എന്ത് ചെയ്യും, സംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്തിനു വേണ്ടിയിട്ടാണ്? കളക്ടിങ് ഡ്യൂസ്, അവരുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള പണമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ന്യൂസ് പേപ്പർ കൊടുത്തതിൻ്റെ പണം വാങ്ങാനുണ്ടാവില്ല, അപ്പോൾ ആ ഒരു കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും. ദെൻ ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് ഹീ കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അപ്പം അതിനുശേഷം സംസുദ്ദീനെ മീറ്റ് ചെയ്യും. എന്തിനാണ്? ആ ഒരു ദിവസത്തെ പണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ സംസുദ്ദീൻ അന്നത്തെ ആ ഒരു അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അന്ന് ഇത്ര പൈസയാണ് കിട്ടിയതെന്നും പറഞ്ഞ് സംസുദ്ദീനെ മീറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കും. അറ്റ് ദാറ്റ് ടൈം സിറ്റിംഗ് സംവെയർ നിയർ ദ സീ with a breeze blowing in, ജലാലുദ്ദീൻ or സംസുദ്ദീൻ would finally open up the day's paper. അപ്പോൾ എന്താണ്, അറ്റ് ദാറ്റ് ടൈം, ആ ഒരു സമയത്ത്, സിറ്റിംഗ് സംവെയർ നിയർ ദ സീ വിത്ത് എ ബ്രീസ് ബ്ലോയിങ് ഇൻ. അതായത് ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റ് അല്ലേ. അപ്പോൾ ഇളങ്കാറ്റടിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട്, കടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. ജലാലുദ്ദീൻ ഓർ സംസുദ്ദീൻ വുഡ് ഫൈനലി ഓപ്പൺ അപ്പ് ദ ഡേയ്സ് പേപ്പർ. ജലാലുദ്ദീൻ അല്ലെങ്കിൽ സംസുദ്ദീൻ, ആരെങ്കിലും ഒരാൾ അവസാനം എന്ത് ചെയ്യും, ആ ഒരു ദിവസത്തെ പേപ്പർ തുറക്കും. ഓൾ ഓഫ് us വുഡ് പോർ ഓവർ ദ ബ്ലാക്ക് ടൈപ്പ് ഓഫ് ദ ദിനാമണി. ദിനാമണി എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഓൾ ഓഫ് us വുഡ് പോർ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയോടെ വായിക്കും ഈ ദിനമണി എന്ന് പറയുന്ന പേപ്പർ. വൺ ഓഫ് ദം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റംസ്. ആരെങ്കിലും ഒരാൾ ഈ ന്യൂസ് ഐറ്റംസ് ഒക്കെ ഉറക്കെ വായിക്കും. ആൻഡ് സ്ലോലി ദ ലാർജർ ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻ്റർ അവർ കോൺഷ്യസ്നെസ്. അതായത് പതിയെ ഈ ഒരു ലാർജർ ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡ്, പുറം ലോകത്തിലെ കാര്യങ്ങൾ അവരുടെ കോൺഷ്യസ്നെസ്, അതായത് അവരുടെ ബോധത്തിലേക്ക് വരും, അല്ലെങ്കിൽ അവരുടെ അറിവിലേക്ക് വരും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ വി രാമസ്വാമി, their words would hang in the evening air.
അപ്പോൾ ഈ ഒരു വൈകുന്നേരം അവർ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ ആരുടെ ഒക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഗാന്ധിജി, അതേപോലെ കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, പിന്നെ ഇ.വി. രാമസ്വാമി, അവരുടെ വാക്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സായാഹ്നത്തിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ്. അപ്പം ആ ഒരു ന്യൂസ് പേപ്പറിലുള്ള ഈ ആളുകളുടെ ഫോട്ടോസും അവരുടെ വേർഡ്സും ഒക്കെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് തൊട്ടറിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദെയർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. അപ്പോൾ പുറം ലോകത്ത് ഈ ആളുകളുടെയൊക്കെ കൂടെ ആയിരിക്കുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ ഫോട്ടോസിലും അതേപോലെ അവരുടെ വേർഡ്സിലൊക്കെ ഇങ്ങനെ കൈവരിൽ വെച്ചുകൊണ്ട് കലാം ചിന്തിക്കുന്നത്. മേ ബി ഐ തോട്ട് ടു മൈസെൽഫ് വൺ ഡേ ഐ വുഡ് ഗോ ടു ദ ബിഗ് സിറ്റീസ് ലൈക്ക് മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട. അപ്പോൾ അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഒരു ദിവസം എനിക്ക് എന്താണ് വലിയ വലിയ സിറ്റികൾ, അതായത് മദ്രാസ്, ബോംബെ, കൽക്കട്ട അത്തരത്തിലുള്ള വലിയ സിറ്റീസിലൊക്കെ ഒരു ദിവസം ഞാൻ പോകുമായിരിക്കും എന്നങ്ങനെ ചിന്തിക്കുകയാണ്. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോ ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു. ഒരു പക്ഷേ ഗാന്ധിജീനെയും അതേപോലെ പണ്ഡിറ്റ് നെഹ്റുവിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ എന്താണ് അവരോടൊക്കെ പറയുക? ബട്ട് സച്ച് തോട്ട്സ് വർ സൂൺ ഇൻറ്ററപ്റ്റഡ് ബൈ ദ കോൾസ് ഓഫ് മൈ പ്ലേമേറ്റ്സ്. പക്ഷേ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ എന്താണ് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്. ആര്? ദ കോൾസ് ഓഫ് മൈ പ്ലേമേറ്റ്സ് ആൻഡ് ദെൻ ദ കോൾ ഫോർ ഡിന്നർ. അപ്പോൾ കൂട്ടുകാർ കളിക്കാൻ വിളിക്കുന്നതും അതേപോലെ ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നതും ഒക്കെ അത്തരത്തിലുള്ള എൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ദർ വാസ് ഹോം വർക്ക് ടു ബി ഡൺ. അപ്പോൾ എന്താണ്? ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതേപോലെ ആൻഡ് ഈവൻ ആൻ 8-year-old ഹാസ് ഓൺലി ദാറ്റ് മച്ച് എനർജി ടു സ്പെൻഡ്. പിന്നെ ഒരു 8 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിക്ക് അത്രമാത്രം എനർജിയെ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ അല്ലേ ഒരു ദിവസം. അത്രമാത്രം കാര്യങ്ങൾ കലാം ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ് അസ്ലീപ്പ്. 9 മണിയാകുമ്പോഴത്തേക്ക് എന്താണ് അദ്ദേഹം ഗാഢനിദ്രയിലാവും. ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് എന്താണ് കൂടുതൽ പഠിക്കാനും അതേപോലെ ഒരു വർക്കിംഗ് മാൻ ആണ് അല്ലേ, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള, സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളും ഒരു വർക്കിംഗ് മാൻ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് അടുത്ത ദിവസത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9 മണിയാകുമ്പോഴത്തേക്ക് ഗാഢനിദ്രയിലാവും. ദിസ് റൊട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഈ ഒരു റൊട്ടീന് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിന്നു, കണ്ടിന്യൂ ചെയ്തു. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൗണ്ട് വിത്ത് ദ പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. ന്യൂസ് പേപ്പറും കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ആ ഒരു വർഷം ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. ആ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു? ആ കുട്ടിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കലാമിന് ഉയരം വെക്കുകയും ടോളർ ആവുകയും അതേപോലെ ബ്രൗണർ ആവുകയും തവിട്ട് നിറത്തിലാവുകയും ചെയ്തു. ഇവിടെ ടോളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു വളർച്ചയും അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു വളർച്ചയും അതേപോലെ തന്നെ മെൻ്റലി അല്ലെങ്കിൽ അറിവ് കൊണ്ടുള്ള ഒരു വളർച്ചയുമാകാം കേട്ടോ. പിന്നെ ബ്രൗണർ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണല്ലോ, പുറത്തുകൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ടാനൊക്കെ അടിച്ചിട്ടും ആവാം. ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് ആക്യുറേറ്റ്ലി ദ ഡിസ്റ്റൻസ് ഐ കുഡ് കവർ അറ്റ് എ സ്പ്രിൻറ്റ് വിത്ത് എ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇൻ മൈ ഹാൻഡ്. അപ്പം ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ, സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വേഗത്തിലോടുക അല്ലേ. അപ്പോൾ വളരെ വേഗത്തിൽ ഓടിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, എത്രമാത്രം ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ അദ്ദേഹം പഠിച്ചു എന്നാണ് പറയുന്നത്. ഹെൻസ് ഐ കുഡ് ടൈം മൈ ട്രാവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറൈവൽ വ്യത്യസ്ത ലൊക്കാലിറ്റിയിൽ അദ്ദേഹം എത്തുന്ന ആ ഒരു സമയം അത് എല്ലാ ദിവസവും സെയിം ആയിരിക്കും. അതായത് ഒരുപാട് ലൊക്കാലിറ്റീസിൽ ഈ ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്താണ് എത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് എത്തും. I could calculate in my head the amount owed to Samsudeen by each of his subscribers and could reel off the names of those who had not paid up that day. അതായത് ഓരോ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഓരോ സബ്സ്ക്രൈബേഴ്സും എത്രമാത്രം പണമാണ് തരാനുള്ളത്, സംസുദ്ദീന് എത്രമാത്രം പണമാണ് ഒരു ദിവസം കൊടുക്കാനുള്ളത്, അതേപോലെ ആരൊക്കെയാണ് ഈ പണം പേ ചെയ്യാത്തവരുള്ളത്, അവരുടെ പേര്, ഇതൊക്കെ സ്വയം കണക്ക് കൂട്ടാനായിട്ട് കലാമിന് സാധിച്ചു. Mostly I learned that to be a working man meant to you had to be up and ready to face the day. Whatever else may happen to you. അപ്പോൾ എന്താണ് ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് മാനെ സംബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ
അത് ആ ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. വാട്ട് എവർ എൽസ് മേ ഹാപ്പൻ ടു, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ തനിക്ക് സംഭവിച്ചാലും ആ ഒരു ദിവസത്തെ മുഴുവൻ ഫേസ് ചെയ്യാൻ ഒരു വർക്കിംഗ് മാൻ റെഡി ആയിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി. Homework, tuition, prayers all carried on, but the Madras Dhanushkodi mail would not wait for me. അപ്പോൾ ഹോംവർക്കും ട്യൂഷനും പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജീവിതമാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പക്ഷേ എന്താണ്, ബട്ട് ദ മദ്രാസ് ധനുഷ്കോടി മെയിൽ വുഡ് നോട്ട് വെയിറ്റ് ഫോർ മീ. ഈ ഒരു മദ്രാസ് ധനുഷ്കോടി മെയിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഐ ഹാഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം. അപ്പോൾ കൃത്യസമയത്ത് സ്റ്റേഷനിൽ പ്രസൻ്റ് ആയിരിക്കണം. ആൻഡ് അറ്റ് ദ കറക്റ്റ് പോയിൻറ്റ് ടു കളക്ട് ദ ബണ്ടിൽസ് ആസ് ദേ കെയിം ഫ്ലൈയിങ് ഇൻ. അപ്പം കൃത്യസമയത്ത് സ്റ്റേഷനിൽ പ്രസൻ്റ് ആയാൽ മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം, ആ ഒരു ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ആ ഒരു ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എറിയുമല്ലോ, അപ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റിലും പോയിട്ട് നിൽക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റൂ. It was my first brush with taking up a responsibility and seeing to it that I kept my word to my cousin സംസുദ്ദീൻ നോ മാറ്റർ വാട്ട്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഉത്തരവാദിത്വമായിരുന്നു. സംസുദ്ദീന് കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക്, ആ ഒരു ജോലി ചെയ്യാം എന്നുള്ള ആ ഒരു വാക്ക് കൊടുക്കുകയും അതേപോലെ ഇത്തരത്തിലൊരു ജോലി ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അത് താൻ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം ആൻഡ് ഐ ലവ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം കൂടിയായിരുന്നു അതെന്ന് പറയുന്നത്. ഓഫൺ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ഇൻറ്റൻസ് ടയർഡ്നെസ് എവറി നൈറ്റ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിരുന്നാലും, അപ്പോൾ പിന്നെ എന്താണ്, വളരെയധികം ക്ഷീണം, എല്ലാ ദിവസവും രാത്രിയിൽ വളരെയധികം ക്ഷീണം തോന്നിയിരുന്നെങ്കിൽ കൂടിയും ആ ഒരു ജോലി അദ്ദേഹം വളരെ ആസ്വദിച്ചാണ് ചെയ്തിരുന്നത്, വളരെ ഇഷ്ടപ്പെട്ടാണ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു മൊമെൻറ്റ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മൈ മദർ ഓഫൺ ഫ്രട്ടഡ് അറ്റ് മൈ ടേക്കിംഗ് അപ്പ് ദിസ് അഡീഷണൽ വർക്ക് ആൻഡ് ദ ടോൾ ഇറ്റ് വാസ് ടേക്കിംഗ് ഓൺ മീ. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ജോലികൾ, അഡീഷണൽ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതിൽ വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വെറീഡ് ആയിരുന്നു. ഫ്രട്ടഡ് മീൻസ് വെറീഡ് എന്നുള്ളതാണ് കേട്ടോ, വെറീഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഐ ഷൂക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് ഹെർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മേനെ നോക്കി ഇങ്ങനെ ചിരിച്ചു. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് വർ സംഹൗ ഹെൽപ്പിംഗ് അസ് ഓൾ ആൻഡ് ദാറ്റ് ഷീ വാസ് സീക്രട്ട്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിങ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏണിങ്സ്, അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് ഇവരുടെ ഫാമിലിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരു വിധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഷീ വാസ് സീക്രട്ട്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിങ് ടേക്കൺ ഓഫ് ദ റോൾ ഓഫ് വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. അപ്പം ഒരു 8 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടി ഇത്തരത്തിൽ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്, ഒരു വർക്കിംഗ് മാൻ്റെ ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ സീക്രട്ട്ലി പ്രൗഡായിരുന്നു, അല്ലെങ്കിൽ അഭിമാനം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരമ്മയെ സംബന്ധിച്ച് അഭിമാനിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് അല്ലേ അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹാർഡ് വർക്കിൽ തൻ്റെ അമ്മ അഭിമാനിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയുകയും അതേപോലെ കെപ്റ്റ് മീ ഗോയിങ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ഫേസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ഒരു കാരണം കൊണ്ട് ഒരു ചെറുപുഞ്ചിരി വിടർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. ഒരു എന്താണ് വർക്കിംഗ് മാൻ അല്ലേ, എത്ര വയസ്സിലാണ്, അറ്റ് ദ ഏജ് ഓഫ് 8 എന്നാണ് പറയുന്നത്. An extract from APJ Abdul Kalam's memoir മൈ ജേണി ട്രാൻസ്ഫോമിങ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ്. അപ്പം APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായിട്ടുള്ള ജേണി ട്രാൻസ്ഫോമിങ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണിത് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ലെസൺ ഉള്ളത്. സോ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.